യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നത് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യമാണല്ലോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. ഇത് സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെട്ടു നിന്നാൽ ദൈവം നമുക്ക് അനുകൂലമാണ് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു. സാധാരണയായിട്ട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇത് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിതം ദൈവത്തിൽ നിന്ന് വളരെ അന്യപ്പെട്ടാണ് നിൽക്കുന്നത്. ആ ഒരു സത്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് അവരിത് സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താലും ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ളതായ ഒരു ചിന്ത അതൊരിക്കലും ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ളതല്ല. ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടതായ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിൽ ദൈവത്തിൻ്റെ ആ വിളി കേട്ട് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അതേ സുവിശേഷത്താൽ അവൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നവരായ ആളുകൾ അവർ നീതീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ അവരോടുകൂടെ ദൈവം അവർക്ക് അനുകൂലമായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ വാക്യത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ദൈവം അനുകൂലം? ദൈവം അനുകൂലമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്നവരായ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടണം. എങ്ങനെ ഉൾപ്പെടാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസത്തെ വചന ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചല്ലോ. സുവിശേഷത്താലുള്ള ആ വിളി നമ്മൾ സ്വീകരിച്ച് ആ ദൈവത്തിൻ്റെ നിത്യപദ്ധതിയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ദൈവം എനിക്ക് അനുകൂലമാണ്. അടുത്ത വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എങ്കിൽ പ്രതികൂലമാര്. ഈ ഒരു കാര്യം അപ്പോസ്തലൻ പൗലോസ് സംസാരിക്കുമ്പോൾ അന്നത്തെ ക്രൈസ്തവ സഭ ധാരാളം പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് വളരെ വ്യക്തമായി അപ്പോസ്തലൻ പൗലോസ് അവരെ ഉപദേശിക്കുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്, ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ആർക്കും നിൽക്കുവാൻ കഴിയത്തില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ കാലങ്ങളിൽ അനേക ദൈവമക്കൾ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ അവർ ഉപദ്രവിക്കപ്പെട്ടിരുന്നു. അവർ പലപ്പോഴും ഭീഷണിയുടെ നടുവിലായിരുന്നു. പക്ഷെ അവരെന്താണ് ചെയ്തത്? അവർ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളതായ ആ ഒരു ചിന്തയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ലക്ഷ്യം കാണാതെ പോയില്ല. അവരിൽ ചിലർ രക്തസാക്ഷികളായി ഈ ഭൂമിയിൽ തീർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ രക്തസാക്ഷിത്വത്തിലൂടെ തന്നെ അവർ ദൈവത്തിന് വലിയ മഹത്വമായി തീർന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്കെതിരെ വരുന്നതായ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ പതറരുത്. വിശ്വാസത്തോടു കൂടെ നമ്മൾ അവിടെ ആയിരിക്കണം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ള ആ വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മളായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ശരിയായിട്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിൽ വരുന്നതായ ചിന്ത അത് ആ വിശ്വാസത്തിന് അനുപ്രേരകമായിരിക്കും, ആ വിശ്വാസത്തിന് യോജിക്കുന്നതായിരിക്കും. പലപ്പോഴും പല ആളുകളും കർത്താവ് യേശുക്രിസ്തുവിൽ തങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർ ചഞ്ചലമുള്ള ഹൃദയമുള്ളവരായി, ഭയം നിറഞ്ഞ ഹൃദയമുള്ളവരായി, എപ്പോഴും അവരുടെ ഹൃദയത്തിലെ ചിന്തകൾ വളരെയധികം നിരാശയുടെ ചിന്തകളായി തന്നെ നിലനിൽക്കുന്നത് കാണാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ശരിയായി വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ദോഷകരമായ ചിന്തകൾ ഉണ്ടാവുകയില്ല. നിങ്ങൾ പറയുന്ന വാക്ക് അനുഗ്രഹത്തിൻ്റെ വാക്കായിരിക്കും. നിങ്ങൾ പറയുന്നത് ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും. അതിന് നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ചിന്തകൾ അതിന് അനുസരിച്ച് തന്നെ ആയിരിക്കണം. നമ്മുടെ ചിന്തയും നമ്മുടെ വിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസമേ ശരിയായിട്ടുള്ള വിശ്വാസമല്ലെന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നവരായ ആളുകളെ സംബന്ധിച്ചോളം അവർ പറയുന്നതായ ഒരു വാക്കാണ്, നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് വളരെ പ്രധാനമായി നമ്മൾ പറയേണ്ടതായ വാക്കാണ്. ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി ആർക്ക്
നിൽക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അനുകൂലമാണ്. എന്തുകൊണ്ട്? ഞാൻ ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ആ നിത്യമായ പദ്ധതിയിലേക്ക് ഞാൻ പ്രവേശിച്ചത് സുവിശേഷത്തിൻ്റെ ആ ക്ഷണത്തിലൂടെയാണ്. സുവിശേഷത്താൽ ഞാൻ ദൈവത്തെങ്കിലേക്ക് കടന്നു വരുവാനും, അതേ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം എന്നെ മുന്നറിഞ്ഞെന്നും, ദൈവം എന്നെ മുൻ നിശ്ചയിച്ചുവെന്നും, ദൈവം എന്നെ വിളിച്ചുവെന്നും, ആ വിളിച്ചവനായ എന്നെ ദൈവം നീതീകരിച്ചു. തുടർന്ന് ദൈവം എനിക്ക് നൽകാൻ പോകുന്ന തേജസ്കരണത്തെക്കുറിച്ചുള്ള ആ വിശ്വാസത്തിൽ ഞാൻ ആയിരിക്കണമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ഒരിക്കലും പരാജയഭീതിയിലല്ല, ഭയത്തിൻ്റെ അടിമത്തത്തിലല്ല, മറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ദൈവം എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിക്കുവാനില്ല. 23-ാം സങ്കീർത്തനം ദാവീദ് പാടുമ്പോൾ താൻ വളരെ വ്യക്തമായിട്ടല്ല പറയുന്നത്, കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോയാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. സാധാരണയായ ആളുകൾ അങ്ങനെയുള്ള കൂരിരുളിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ വളരെ ഭയപ്പെടും. അതേ ക്രൂരതയുള്ള സിംഹങ്ങളും കാട്ടുമൃഗങ്ങളും അതേ അവനെ ആക്രമിക്കാം, അതേ ശത്രുക്കൾ തന്നെ ഉപദ്രവിക്കാം, തൻ്റെ ആടുകളെ മറ്റുള്ളവർ മോഷ്ടിച്ചുകൊണ്ട് പോകാം, തന്നെ ആക്രമിക്കാം. പക്ഷെ അവിടെ ഒന്നും താൻ പതറിപ്പോകത്തില്ല, ദൈവം തന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പ്. നോക്കൂ, ദാവീദ് എങ്ങനെയാണ് വിജയം പ്രാപിച്ചത്? താൻ തന്നെ ഒരിക്കൽ പറഞ്ഞില്ലേ, ഒരിക്കൽ ഞാൻ എൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിംഹം, മറ്റൊരു സമയത്ത് ഒരു കരടി എൻ്റെ ആടുകളെ പിടിക്കാൻ വന്നു. തൻ്റെ ആടുകളെ പിടിക്കുവാനും തന്നെ ഉപദ്രവിക്കാനും കടന്നു വന്നപ്പോൾ താൻ അവയെ പിന്തുടർന്ന് അവയെ വലിച്ചൂറി കൊന്നുകളഞ്ഞു. സാധാരണയായിട്ട് നമുക്കറിയാം, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദാവീദ് ഓടുകയും അതിൻ്റെ പുറകിൽ സിംഹമോ കരടിയോ അവനെ ആക്രമിക്കാൻ പിന്തുടരുകയുമായിരിക്കാം. പക്ഷെ ഇവിടെ നേരെ തിരിച്ച് സംഭവിക്കുന്നത്, ദൈവം എനിക്ക് അനുകൂലമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ശത്രുക്കളെ ഓടിക്കുന്നവരായിത്തീരും, നമ്മൾ ശത്രുക്കളുടെ മേൽ ജയം കൊള്ളുന്നവരായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഓടിപ്പോകുന്നവരല്ല, മറിച്ച് ശത്രുവിന് എതിരെ പ്രവർത്തിക്കുന്നവർ. ഞാൻ അത് പറയുന്നത് നിങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ എടുക്കരുത്, മറിച്ച് നമ്മളുടെ മനോഭാവം കൊണ്ടും നമ്മുടെ ജീവിത രീതി കൊണ്ടും നമ്മൾ ഭയമില്ലാത്തവരും, അതേ ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുന്നവരും, യുദ്ധം ദൈവത്തെ ഏൽപ്പിക്കുന്നവരും എന്ന് മാത്രമല്ല, ആ വിശ്വാസത്താൽ തന്നെ ജയത്തിൻ്റെ ഘോഷം നമ്മുടെ ശരീരഭാഷയിൽ എപ്പോഴും ഉണ്ടാകണം. അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രായോഗിക മേഖലകളിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ എനിക്കുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അവിശ്വസിച്ച് പോകാറുണ്ട്. എൻ്റെ കാര്യം എങ്ങനെ ആയിത്തീരും, എൻ്റെ ഭാവി എങ്ങനെ ആയിത്തീരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും, അവരുടെ വിവാഹം, അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ നമ്മുടെ സഭ, നമ്മുടെ ദേശം, ഇങ്ങനെയുള്ള പല കൺസേണുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് 32-ാം വാക്യത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അതായത് തൻ്റെ സ്വന്തം പുത്രൻ എന്ന ആ വലിയ ഗിഫ്റ്റ്, ആ വലിയ സമ്മാനം നമുക്ക് വേണ്ടി തന്നവൻ, അതിലും കുറവായിട്ടുള്ളതായ നമ്മളുടെ കാര്യങ്ങളെ അവൻ നൽകാതിരിക്കുമോ എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. തൻ്റെ സ്വന്തം പുത്രനെ അവൻ നമുക്ക് വേണ്ടി നൽകി. ദൈവത്തിൻ്റെ സ്നേഹം കൊടുക്കുന്നതിലൂടെയായിരുന്നല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊടുക്കുന്നതിലൂടെയാണ്. നമുക്ക് ഒരാൾ സമാധാനം തരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ ഒരാൾ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് ധൈര്യത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറയുന്നുണ്ടെങ്കിൽ, നമ്മളത് സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമായി കണക്കിടാറുണ്ട്. ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിൽ നിന്നുമാണ്. അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ എനിക്ക് നൽകുക വഴിയാണ് ആ ദൈവം തൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചത്. ദൈവം അനുവദിച്ചാൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വശങ്ങൾ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു തന്ന ഏറ്റവും വലിയ ദാനം, എനിക്ക് ദൈവം നൽകുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ദാനം, അത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ള ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ വാസ്തവമായിട്ട് ഈ ഒരു ഭാഗം ചിന്തിച്ച സമയത്ത്, പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് കിട്ടുന്നതായ
ഗിഫ്റ്റുകൾ, അതായത് ലോകപരമായി എനിക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളെക്കാൾ വലുതാണോ യേശു ക്രിസ്തു? പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും അത് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വേണ്ടത്ര തറയ്ക്കുവാനിടയായിട്ടില്ല. പക്ഷേ പിന്നീടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്, അതേ ക്രിസ്തു തന്നെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മൾ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ, മരണകരമായ ഒരു ആപത്തിൽപ്പെടുമ്പോൾ നമ്മെ രക്ഷിക്കുവാൻ ഇറങ്ങുന്ന ആള് നമുക്കൊരിക്കലും മറക്കാനാവാത്ത ആളാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യർ എല്ലാവരും തന്നെ കടപ്പെട്ടിരിക്കുന്ന ഏക വ്യക്തി അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മെ ആത്മീക മരണത്തിൽ നിന്നും അവൻ തൻ്റെ മരണത്താൽ നമ്മെ വിടുവിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥയിലും അവൻ നമുക്ക് സൗഖ്യവും വിടുതലും നൽകുന്നു. ഇന്ന് നമ്മെ വഹിക്കുന്നതായ ഈ ശരീരത്തെ പോലും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പിതാവായി ദൈവം നമുക്ക് ദാനമായി നൽകിയത്. യേശു ക്രിസ്തു എന്ന ദാനം നമുക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായി തീരുമായിരുന്നു? നമ്മൾ പ്രത്യാശയില്ലാത്തവരായി തീരുമായിരുന്നില്ലേ? നമ്മൾ ധൈര്യമില്ലാത്തവരായി തീരുമായിരുന്നില്ലേ? നമ്മൾ ഈ ലോകത്തിലുള്ള അചേതന വസ്തുക്കളെ പോലെ നശിച്ചു പോകേണ്ട ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്തു ചിന്തിക്കുന്നു? ഞാൻ ഈ ലോകത്തിൽ കാണുന്ന അചേതന അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളെ പോലല്ല. ഞാൻ ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല, ഞാൻ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് ലഭിക്കാനിടയായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിനെ എനിക്ക് നൽകുക വഴിയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ എനിക്ക് ലഭിക്കുക വഴിയാണ് എനിക്കത് സാധ്യമായി തീർന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തുവാണ് ദൈവം മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ആ ഗിഫ്റ്റായ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്? പലപ്പോഴും നമ്മൾ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാത്തതുകൊണ്ട്, നമ്മൾ അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ വാതിൽ തുറന്ന് അവൻ്റെ അടുക്കിലേക്ക് അടുത്തിയിലുവാൻ കഴിയാത്തതുകൊണ്ട് പലപ്പോഴും യേശുവിനെ നമുക്ക് അനുഭവിച്ച് അറിയാറില്ല. പലരും കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതുപോലെ അനുഭവസ്ഥരായ ആളുകൾ കർത്താവ് യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ചതായ ആളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾ വളരെ ആശ്ചര്യത്തോടുകൂടി ഇരിക്കാറുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ ലവോദിക്ക സഭയുടെ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ യേശു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. അതെ, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ ഫെലോഷിപ്പ്, ആ ഒരു സ്നേഹബന്ധം, ആ ഒരു കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവാണ് ദൈവം മാനവരാശിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം. ഇനി നമുക്ക് ലഭിക്കുന്നതായ ഏത് സമ്മാനമാണെങ്കിലും, ഏത് അനുഗ്രഹങ്ങളാണെങ്കിലും, ഏത് നന്മയാണെങ്കിലും അതിനൊപ്പം ഒരിക്കലും വരില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണെന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ, കർത്താവെ, ഇന്ന് ഞങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്നതായ ഏത് കാര്യങ്ങളെക്കാളും ഏറ്റവും വലുതും വിലപിടിപ്പുള്ളതും ഏറ്റവും പ്രാധാന്യമേറിയ ആ ഗിഫ്റ്റ് യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം യേശു ക്രിസ്തുവിന് നൽകിയതിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നാരെങ്കിലും കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയാതെ, ദൈവത്തിൻ്റെ ആ വിളിയെ സ്വീകരിക്കാതെ ദൈവത്തെ അവഗണിച്ചു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് തന്നെ ദൈവത്തിൻ്റെ ആ നിത്യമായ പദ്ധതിയിലേക്ക് പ്രവേശിക്കുവാൻ, സുവിശേഷത്തിൻ്റെ സ്വീകരണം മൂലം അവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവത്താനുള്ള നീതീകരണങ്ങൾ എല്ലാം സംഭവിപ്പാൻ തക്കണം അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹപ്രദമായി തീരും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.